കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് വളരെ കുറവാണ് കുട്ടികൾക്ക്. മനസ്സിന് ആരോഗ്യം ഭയങ്കര തടിയും വലിയ ഭൂതക്കണ്ണാടിയും ഒക്കെ ഉണ്ടാവും, ബട്ട് മനസ്സിന് ആരോഗ്യം കുറവാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ SSLC എഴുതുന്ന കാലത്ത് 210 മാർക്കായിരുന്നു മിനിമം മാർക്ക് ജയിക്കാൻ. അന്ന് 210 കിട്ടിപ്പോയാൽ നമ്മൾ ലോകം കീഴടക്കിയ ഫീലിംഗ് ആയിരുന്നു. 46 ലഡു വാങ്ങും, 6 നമ്മൾ തന്നെ ഒന്നും, പിന്നെ 40 വിതരണം. എന്തായിരുന്നു സ്കൂൾ മൊത്തം നമ്മളതുപോലെയായിരുന്നു നമ്മൾ ആഘോഷിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടി ഫാത്തിമ 10 വിഷയത്തിൽ 9 A+ ഒരു A ആയിപ്പോയി വിചാരിച്ചോ. ആ കുട്ടീനോട് ചോദിച്ചോക്കെ, എന്താ മോളെ പരീക്ഷന്റെ റിസൾട്ട് എങ്ങനെ? ഫുൾ A+ കിട്ടും വിചാരിച്ചു. എന്താണെന്നറിയില്ല, ഞാൻ അറിയുവേ. കളിയില് അർജന്റീന തോറ്റപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് കുട്ടികളുടെ ആരോഗ്യം? എങ്ങനെയുണ്ട് ആരോഗ്യം? ആലോചിക്കുക. ആരെങ്കിലും ഒന്ന് കളിയാക്കുമ്പോഴേക്ക് ആത്മഹത്യ പരിഹാരമായി ആലോചിക്കുകയാണ് പുതിയ തലമുറ. ചിന്തിച്ചു നോക്കിയേ. പണ്ടൊക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നോ മാർക്കറ്റിൽ നിന്നോ കുട്ടിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടില് റൂമിൽ പൂട്ടിയിട്ടാലും ഉമ്മ പറയും കുറച്ച് അടുക്കട്ടെ, കുറച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം. ഇന്ന് ആരും കൂട്ടിയിട്ട് വന്നല്ല, ഓൾ എന്നെ സ്വന്തം വന്നിട്ട് റൂമിൽ നിന്ന് ഉള്ളിൽ നിന്ന് പൂട്ടി നമുക്ക് പേടിയൊന്നും വിളിച്ചു കേട്ടോ. എന്താ കാരണം? ആരോഗ്യം എവിടെയാ പ്രശ്നം? മനസ്സിന് ആരോഗ്യം കുറവാണ്. മനസ്സിന് ആരോഗ്യം കുറവാണ്. ആത്മഹത്യ പെരുകുന്നു. മെന്റൽ ഹെൽത്ത് വളരെ കുറഞ്ഞുപോയി. എന്തെങ്കിലും ആരോഗ്യമൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് പേടിച്ചോടുക എന്ന് വിചാരിക്കുന്ന ഒരു കാലം. ഇതിന് ഒരു പരിഹാരം ചെറുപ്പത്തിലെ മനസ്സിന് ഈമാനിന്റെ ശക്തി കൊടുക്കുക. അതാണ് സ്വാലിഹീങ്ങളുടെ ചരിത്രം കൊണ്ടുള്ള ഫലം.